പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശ് എല്ലാ തലങ്ങളിലും ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യരുടെ നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ ദൈവികമായ രഹസ്യം ദൈവം ഒളിപ്പിച്ച് വെച്ചത് ആരും അന്വേഷിച്ചൊരിക്കലും ചെല്ലാത്തൊരു സ്ഥലത്താണ്. അത് കുരിശിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ കുരിശും. ഇപ്പം നിൻ്റെ സഹോദരനൊക്കെ ഇല്ലേ, നിൻ്റെ അപ്പൻ ഒരുമിച്ചവരെ ഭാഗമായി ഉടമ്പടി ചെയ്ത കാര്യമൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ. ചിലപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വിടാനുള്ള ഉത്തരവാദിത്വം നിനക്കായിരിക്കും. കാരണം നിനക്കാനുള്ള കഴിവുള്ള സഹോദര സ്നേഹമുള്ളൂ. പക്ഷെ അതുകൊണ്ട് നിനക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ആനുപാതികമായിട്ട് അപ്പൻ്റെ ഓഹരി കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടിയത് കുരിശാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വം അടക്കം ചെയ്തിരിക്കുന്നതാണ് കുരിശ്. ലോകത്തിൻ്റെ മുഴുവൻ കൃപയും അടക്കം ചെയ്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കുരിശിൻ്റെ ഉള്ളിലാണ്. കാര്യം ആരും അന്വേഷിച്ചില്ലാത്തതും ഇഷ്ടപ്പെടാത്തതും ആകർഷണമില്ലാത്തതുമായ സംഭവങ്ങൾ. അതാണ് യേശുവിലൂടെ നമുക്കെല്ലാവർക്കും വേണ്ടി എടുത്തത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവന് കുരിശിൻ്റെ മഹത്വവും ദൈവം കൊടുക്കും അവകാശമായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചൂഷണ സംബന്ധമായി ലോകത്ത് ആരും ആരുടെയും ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ലോകത്ത്, ഒന്നും നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിന് വേണ്ടി മനുഷ്യൻ തലകിട്ട് കൊടുക്കാത്ത ഈ ലോകത്ത് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥമായ മാനുഷികത പോലും നഷ്ടപ്പെട്ട ലോകത്ത് ഇവിടെ മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്നതും മനുഷ്യത്വം ലോകത്തിന് വേണ്ടി, ലോക നിർമ്മിതിക്ക് വേണ്ടി സംരഭ്യമാക്കുന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഭൂമിയുടെ മുഖം നവീകരിക്കുന്നത്. അതാണ് അങ്ങയുടെ അരൂപി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടുന്ന സങ്കീർത്തനം 104:30 പറയണത് എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ അരൂപിയെയാണ് കുറിച്ചാണ് പറയണത്. ക്രിസ്തുവിൻ്റെ അരൂപി സ്വീകരിക്കുന്നവൻ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റുള്ളവർക്ക് അത് പോഷത്വമായി മാറും. വിജാതിർക്ക് പോഷത്വമാകും, ഗ്രീക്കുകാർക്ക് ഉതപ്പാകും. പക്ഷേ രക്ഷയിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, അതാണ് 1 കൊരിന്ത്യസ് 1:23, കുരിശ് വിജാതിർക്ക് പോഷത്വം. ആരാണ്? യേശുവിനെ അറിയാത്തവർക്ക് അത് പോഷത്വമാണ്. യഹൂദർക്ക് ഉതപ്പാണത്. പക്ഷെ ആർക്കാണ്? പക്ഷെ രക്ഷയിലൂടെ നയിക്കുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് 1 കൊരിന്ത്യസ് 1:18 എഴുതിയിട്ടുണ്ട്. കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയണത് കുരിശിലൂടെയാണ് വരണത്. ഞാനൊരു ദമ്പതികളോടൊക്കെ അതിൻ്റെ ദിവസങ്ങൾക്ക് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരിക്കും. അതായത് 1 കൊരിന്ത്യസ് 1:23 കൂടി നമുക്ക് ധ്യാനിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഈശോ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളെ അതിൻ്റെ കുരിശിൻ്റെ ഭാഗം, ദൈവരാജ്യത്തിൻ്റെ ഭാഗം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഗം, അതിൻ്റെ നാമം പൂജിതമാക്കുന്ന ഭാഗം നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരുട്ടാവുന്ന അവസ്ഥകളിലെ ലോകത്തെ നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു ലോകത്തിൻ്റെ പ്രകാശമായി മാറണത് ആ അർത്ഥത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന.
സ്തുതിക്കട്ടെ, 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ യേശുവേ ആരാധന അതിമനോഹരമായി ഈശോ നമ്മോട് സംസാരിച്ചു. കർത്താവിൻ്റെ 10,000 നന്ദി. മക്കളെ, നമ്മളിപ്പോഴേ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നേരം നിന്നോട് സംസാരിച്ച കർത്താവ് നിന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന സമയമാണ്. നമ്മൾ ആരാധനയുടെ സമയത്ത് കുറേ പ്രാവശ്യം എല്ലാവിധത്തിലും രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, ജീവിതാവസ്ഥകൾക്ക് വേണ്ടി. അത് കർത്താവ് ആ സമയത്ത് ഓർപ്പിച്ച് തന്നതാണ്. ഈ ധ്യാനം നീ വീണ്ടും യൂട്യൂബിൽ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം. എന്നിട്ട് നീ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കുരിശിനോട് സ്നേഹം തോന്നാനുള്ള അഭിഷേകം വേണം. കുരിശിനോട് സ്നേഹം, കുരിശിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും കുരിശിൻ്റെ വശം നീ ചേരുമ്പോൾ നീ കർത്താവിൻ്റെ വശമാണ് ചേരണത്. അത് ഓർത്ത് വേണം നീ കുരിശിനെ സ്നേഹിക്കാൻ. പലപ്പോഴും നമ്മൾ വളരെ വേണ്ടല്ലോ, ഞാൻ ചില സമയത്തൊക്കെ ഓർക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഉടുപ്പ് തയ്പ്പിച്ചുകൊണ്ട് വന്നു വിചാരിച്ചോ, അപ്പോൾ നമ്മളെക്കാൾ ഇത്തിരി മെച്ചമാക്കുള്ളത് നമുക്ക് തോന്നുന്ന ഉടുപ്പ് ചിലപ്പോൾ ബ്രദറിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉടനെ കയറിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. കുരിശിൻ്റെ വശം നമ്മൾ ഉടുപ്പ് വലിച്ചെറിയും. വളരെ നിസ്സാരമായൊരു അനുഭവമാണിത്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ പല നല്ല ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ, ലോകത്തിൻ്റെ നല്ല ഭാഗങ്ങൾ എടുക്കുകയും ചീത്ത ഭാഗങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിലെ കുരിശിനെയാണ് നമ്മൾ വലിച്ചെറിയണത്, മഹത്വത്തിൻ്റെ ഭാഗങ്ങളെ. അതാണ് എൻ്റെ രഹസ്യം എന്ന് പറയണത്. ഇങ്ങനെ തിന്മയെ വലിച്ചെറിയാൻ പറ്റുന്ന അടിസ്ഥാന പ്രവണതയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൊണ്ടാണ് ദൈവരാജ്യം ബലവശമാകുന്നത്. ബലം പ്രയോഗിക്കുന്നവരെ തിന്മ അല്ലെങ്കിൽ ആകർഷകമല്ലാത്ത അവസ്ഥ, വിഷയം, ഘടകം എടുക്കാൻ വേണ്ടി നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരണത് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ബലമായിട്ട് ദൈവപൈതൽ തിരിച്ചറിയണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം 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 കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ പേര് ആതിര സുകുമാരൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 19, 2023 8ാമത് പുതുക്കി. ഇത് 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ നിന്ന് പറയുന്നത്. ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ത്രിയേക ദൈവത്തിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ
ഒത്തിരി നാളെ ഒരു 5-6 വർഷമായിട്ട് ഞാനൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ പരിമിതികൾ മൂലം ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ ഒരു 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴേക്കും എനിക്കൊരു 7 സെൻറ്റിൻ്റെ സ്ഥലമുണ്ടായിരുന്നു. അത് നല്ലൊരു ഏരിയയിലായിരുന്നു, കളക്ടറേറ്റൊക്കെ ഉള്ള ഒരു ഏരിയയിൽ. അപ്പം നല്ല വില കിട്ടും. അപ്പോൾ അത് വിറ്റ് ഏതെങ്കിലും കുറഞ്ഞൊരു സ്ഥലത്ത് വീട് സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ 90 ദിവസം ഞാൻ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തിനോട് ബൈബിള് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കർത്താവ് തന്ന വചനം ഇതാണ്. കർത്താവ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമാണ് കിട്ടിയത്, കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ സാധിച്ചു തരും. അങ്ങനെ എനിക്ക് ഒരു ലോണും ഒന്നുമില്ലാതെ എനിക്ക് പലരുടെ സഹായത്താൽ, അതായത് പലിശ പോലും കൊടുക്കാത്ത സഹായത്താൽ ഞാനൊരു ഭവനത്തിന് വേണ്ടിയേ ചോദിച്ചുള്ളൂ. ഇത്ര നില വേണമെന്നോ ഒന്നും പറഞ്ഞില്ല. കയറി കിടക്കാൻ ഒരു വീട് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. 4 റൂമുകളുള്ള 2 നിലയുള്ള വീടാണ് എനിക്ക് തന്നത്. വീടിൻ്റെ പേര് അനുഗ്രഹം എന്നാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരന് കോടാനുകൂടി നന്ദി. ഇത് വീട് എനിക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ സാങ്ഷൻ കിട്ടാനും ഒക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അമ്മയുടെ കാശുരൂപം ബേസ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീടിൻ്റെ ഇത് തുടങ്ങിയിരിക്കുന്ന. ഫ്ലോറെല്ലാം പരിശുദ്ധ അമ്മയുടെ സിൽവർ ഗ്രേയുടെ കളറാണ് കൊടുത്തേക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി തന്ന പേരാണ് അനുഗ്രഹം. ദൈവം തന്ന ഈ വലിയ നന്മയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പറഞ്ഞുകൊള്ളുന്നു. 3ാമതായി എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത്, ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ തന്നെ എല്ലാം ശുഭമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. 2023 എനിക്ക് UK അവിചാരിതമായി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. ഞങ്ങളൊരു 10-11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത്രയും നാൾ 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ചേരാൻ ഞങ്ങളുടെ ഫാമിലിയോട് കൂടി നോക്കിയിട്ട് ഫെയിലായിപ്പോയി. ഇവിടെ വന്നു. ഞാൻ ഒരു 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോളൂ, അമ്മ എനിക്ക് 2025 ആവുമ്പോൾ എൻ്റെ കുടുംബത്തോടു കൂടി ചേർക്കാൻ അമ്മ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തിരുകുടുംബം പോലെ ഒന്നിപ്പിക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഓഗസ്റ്റിൽ എൻ്റെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വലിയ എളുപ്പമുള്ള ഒരു ഇതെന്നല്ല. UK ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ഒത്തിരി റൂള് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒത്തിരി ചേഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. IELTS എഴുതണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ എന്നെ കാത്ത് സംരക്ഷിച്ചു. എനിക്കൊന്നും എഴുതേണ്ടി വന്നില്ല. വിസയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. വിസ വെക്കുന്നതിന് മുമ്പ് എനിക്ക് മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് ആയിരുന്നത്. എനിക്ക് ശ്വാസകോശത്തിൽ ലങ്സിൽ പാച്ചസ് ഉണ്ടായിരുന്നു കോവിഡ് വന്നതിൻ്റെ. അപ്പോൾ എന്നെ കണ്ട എൻ്റെ റെസ്പിറേറ്ററിയിലെ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ പൂശി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്റേ ആണ് അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാസ്സാവില്ല. മെഡിക്കൽ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് UK പോകാനുള്ള ഒന്നും നോക്കാനും പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയുടെ എക്സ്റേ എനിക്ക് അതിനകത്ത് കാണണം, എൻ്റെ എക്സ്റേ കാണിക്കണ്ട എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വെരി ഗുഡ് എക്സ്റേ ആണ്, പാസ്സാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ TBയുടെ ആ ഒരു ഇതൊന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിസ പാസ്സായി, മെഡിക്കൽ പാസ്സായി കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ വെക്കുകയാണ് വിസയ്ക്ക്. ഓഗസ്റ്റ് 21 വെക്കുന്നു.
വന്നു. ഞാൻ വച്ചു, കൊച്ചിയിലായിരുന്നു പോയത് വിസ വയ്ക്കാനായിട്ട്. വച്ചു, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ എല്ലാ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ വിശുദ്ധ വസ്തുക്കളും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് അമ്മയുടെ ഒരു ദിവസം തന്നെ എനിക്ക് വിസ ഗ്രാൻഡായി വരണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. 2 ആഴ്ചയെ കൂടുതൽ എടുക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കും വന്നു വിസ. അതുപോലെ തന്നെ എനിക്ക് വിസ ഒരു ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ എനിക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത് ഒരു ശനിയാഴ്ചയാണ്. അങ്ങനെ ഈ ഓഗസ്റ്റിൽ ഒരു ഉടമ്പടി ആരാധനയിൽ അച്ഛൻ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, ഒരു മാലാഖ ബാക്കിൽ നിൽക്കുന്നുണ്ടായി കാണിക്കുന്നുണ്ട്. 44 ദിവസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എന്തായിരുന്നാലും ഉണ്ടാവും. ഞാനത് ഏറ്റെടുത്തു, വിശ്വസിച്ചു, പൂർണ്ണമായും വിശ്വസിച്ചു. 44 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 26 ഞാൻ സെപ്റ്റംബർ 24 ഫ്ലൈറ്റ് കയറുകയാണ്. സെപ്റ്റംബർ 25 ആകുമ്പോഴത്തേക്കും ഞാൻ UK എത്തും. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതൊക്കെയാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. ഇനി എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അതിനൊരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അത് ഞാൻ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പിന്നെ ഇത് ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ദൈവം എനിക്ക് ചെയ്ത എത്രയോ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും ഇത് തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ എല്ലാ ദിവസവും നിയോഗ ജപമാല, സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലും. മുട്ടിലെ നീന്തിയൊക്കെ ഞാൻ ചൊല്ലുന്ന വ്യക്തിയാണ്. അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, അനുതപിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് നമ്മളും പാപികളാണ്, നമുക്കും വേണ്ടിയിട്ടും നിത്യമായ അനുതാപത്തോടുകൂടി വിശുദ്ധിയിൽ എളിമപ്പെട്ട് പൂർണ്ണമായ ദൈവാശ്രയത്വത്തിൽ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അടുത്ത കാരുണ്യ പ്രവൃത്തികളാണ്. പറഞ്ഞാൽ ഒത്തിരി സമയം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയണം. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ശരീരവും മനസ്സും കൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ, ദൈവത്തെ സ്നേഹിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായം, പഠനത്തിന് ഉപകരണങ്ങൾ, പിന്നെ രോഗികൾക്ക് ധനസഹായമായിട്ട് കൊടുക്കാറുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാറുണ്ട്. അനാഥാലയങ്ങൾ അവർക്ക് വിസിറ്റ് ചെയ്ത് അവർക്ക് അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. തളർന്നിരുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാനായിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്, സെൻറ്റ് ഗൊറേറ്റീസ്. സിസ്റ്റേഴ്സിനെ പോയി കാണാറുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സ് രോഗമുള്ളവർക്കൊക്കെ ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട്, വിശുദ്ധർക്ക് വേണ്ടിയിട്ടും, സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഇവിടുന്ന് ഞാൻ 6-7 കെട്ട് പത്രം വാങ്ങിക്കും. മെഡിക്കൽ കോളേജിൻ്റെ നല്ല തിരക്കുള്ള റോഡിൽ തന്നെ പോകും. ഞാൻ അകത്ത് കയറി പേഷ്യൻസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, പബ്ലിക്കലി നിന്ന് തന്നെ പറയും. സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സിനും പോലീസിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രം. ചിലവർ തിരിച്ച് നമുക്ക് നല്ല ഇതല്ലാത്ത വർത്തമാനങ്ങളും എല്ലാം പറയും. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമേ, അവരെയും നീ ഏറ്റെടുക്കണേ, അവർക്ക് ഈശോനെ അറിയാനുള്ളൊരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ രോഗികൾക്കും, എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുന്ന ഓരോ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ ദൈവനാമത്തിൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും പറയാൻ ഒത്തിരിയുണ്ട്. സമയം ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. അവിടുത്തെ നാമം ഞാൻ പ്രകീർത്തിക്കും. സങ്കീർത്തനം 73:16. നന്ദി. അമ്മ മാതാവിന് മഹത്വം. എൻ്റെ പേര് സീനായി മാത്യു. ഞാൻ വരുന്നത് പാല കരൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മെയ് മാസം
5-ാം തീയതി 2023 ഞാൻ ഒരു നേഴ്സാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു തവണ IELTS എക്സാം എഴുതിയിരുന്നു. പക്ഷേ ഞാൻ പാസ്സായില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു തവണ OET എഴുതി. പക്ഷേ എനിക്ക് OET എക്സാം പാസ്സാവാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയെപ്പറ്റി അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കി കൈവെപ്പ് ശുശ്രൂഷയ്ക്കായി അച്ഛൻ്റെ അടുത്ത് വരികയുണ്ടായി. ആ വരുന്ന സമയത്ത് ഞാൻ ഹോൾ ടിക്കറ്റും കൈ കരുതിയിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഹോൾ ടിക്കറ്റിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം കാശ് രൂപം തരികയും ചെയ്തു. ആ കാശ് രൂപം ധരിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. ജനുവരി മാസം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിംഗ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റുകളൊക്കെ ഏകദേശം നിന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് 1-2 ഇൻ്റർവ്യൂകൾ വന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി. ഇൻ്റർവ്യൂ പാസ്സായിട്ടും അവർ മുന്നോട്ടുള്ള പ്രോസസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ വീണ്ടും വിസ തടസ്സം എന്നുള്ള രീതിയിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. ആ സമയത്ത് ഞാൻ പാസ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ ഏജൻസിക്ക് പൈസ അടച്ച അതിൻ്റെ പേപ്പറും എല്ലാം കൊണ്ട് ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നു. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ ഒരു ദിവസമായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, നീ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൈവെപ്പ് ശുശ്രൂഷ ഒരു ബുധനാഴ്ചയാണ് ഞാൻ വന്നത്. ശനിയാഴ്ച ആയപ്പോഴത്തേക്കും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി. എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് ഏകദേശം പൂർത്തിയായി. ഞാൻ അയർലൻഡിന് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ ചെന്നിട്ട് നഴ്സസിന് 2 എക്സാം എഴുതണം. ഒരു തിയറിയും ഒരു പ്രാക്ടിക്കലും. അത് വളരെ ബുദ്ധിമുട്ടായൊരു എക്സാം ആയിരുന്നു. 2 ചാൻസേ ഉള്ളൂ. ആ എക്സാം പാസ്സായില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പം ആ എക്സാമിന് മുന്നോടിയായി ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഹോൾ ടിക്കറ്റ് എല്ലാം കൊണ്ടാണ് ഞാൻ വന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പരീക്ഷയിലും ഞാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവിനും എല്ലാം പോകുമ്പോഴും ഞാൻ കാശ് രൂപം എൻ്റെ പോക്കറ്റിൽ കരുതിയിട്ടുണ്ടാവും. പരീക്ഷ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും എല്ലാം ആ കാശ് രൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ടാവും. ആൻസർ ഷീറ്റിലെല്ലാം ആ കാശ് രൂപം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആൻസർ ഷീറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. അയർലൻഡിൽ ചെന്നുള്ള പരീക്ഷയ്ക്കും ഞാൻ ഇതുപോലെ തന്നെ കാശ് രൂപമായിട്ടാണ് പോയത്. ഇതേപോലെ പ്രാർത്ഥിച്ചു. ആൻസർ ഷീറ്റുകളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പം മാതാവ് എന്നെ വിജയിപ്പിച്ചു. അങ്ങനെ ഡിസംബർ 2024 ഡിസംബർ 13-ാം തീയതി ഞാൻ അയർലൻഡിൽ ജോലിക്ക് പ്രവേശിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് റീപേയ്ക്കുള്ള ഒരു സാധ്യത ഞങ്ങളുടെ മുൻപിലില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഈ നിയോഗങ്ങളുടെ കൂടെ ഈ ഒരു നിയോഗം ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അച്ഛനെ കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. പകരം ഞാൻ OETക്ക് വേണ്ടി ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന ദിവസം ഈ ബാങ്കിൻ്റെ പേപ്പറുകളെല്ലാമായി വന്ന് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കുരിശ് ആ ബാങ്കിൻ്റെ പേപ്പറിൽ വെക്കാൻ സാധിച്ചു. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ വീട് നല്ല വിലയ്ക്ക് വിൽക്കാനും ബാങ്കിൻ്റെ കടബാധ്യതകളെല്ലാം തീരാനും പുതിയൊരു വീടിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുങ്ങുകയും ചെയ്തു. ഞാൻ കാരുണ്യപ്രവർത്തികളായി ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ രോഗി സന്ദർശനം എനിക്ക് വളരെ എളുപ്പമായിരുന്നു. പല വാർഡുകളിലും ഒരുപാട് നേരം എല്ലാ രോഗികളെയും കാണുകയും അവരോട് സംസാരിക്കാനുമുള്ള അവസരം എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്തിരുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണ്. അക്രൈസ്തവരും ക്രൈസ്തവരുമായ ഒരുപാട് കുട്ടികളുണ്ട്. അവരിലേക്കെല്ലാം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ സൺഡേ സ്കൂൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് സൺഡേ സ്കൂൾ അധ്യാപികയായി ഞാൻ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ എല്ലാം ഭാരവാഹിയായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചു. അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രയും മാത്രമല്ല, അനുദിന ജീവിതത്തിൽ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ
ഞങ്ങൾ അപ്പോഴേ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ആ മിനിറ്റിൽ തന്നെ അമ്മ ആ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കായി നീക്കി തരുന്നുണ്ട്. അമ്മ മാതാവിന് പ്രത്യേകം നന്ദി. ജീവിതത്തിലുണ്ടായ മാറ്റം ഞങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രാർത്ഥനയിലേക്ക് വന്നു. ഉടമ്പടി എനിക്ക് 4 തവണയോളം പുതുക്കിയിട്ടാണ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചത്. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമ്പോഴൊക്കെ കൂടുതൽ മാതാവിങ്കിലേക്കും ദൈവത്തിങ്കിലേക്കും അടുക്കാൻ സാധിച്ചു. കുടുംബത്തിലെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് ധൈര്യമായിട്ടത് നേരിടാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് നൽകും.